ബംഗാളിലുള്ള മാധവദാസ് എന്ന ഭക്തനെ ഒറീസയിലെ പുരി ജഗന്നാഥൻ എന്തുമാത്രം സ്നേഹിക്കുന്നു എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ, രോമാഞ്ചമുണർത്തുന്ന വീഡിയോ ഇന്ന് 3 മണിക്ക് ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു. അത് കണ്ടിട്ടില്ലാത്തവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അത് നോക്കുക. അല്ലെങ്കിൽ എൻ്റെ 9645333999 ഒരു വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് ലിങ്ക് തരുന്നതാണ്, അത് കാണണം. ഈ മാധവദാസ് ബംഗാളിൽ നിന്ന് വന്നതാണ്. അങ്ങനെ ബംഗാളിൽ നിന്ന് വന്ന് ഒറീസയിലെ പുരി ജഗന്നാഥന് പ്രിയപ്പെട്ടവനാവുകയും ഒറീസയിലെങ്ങും പ്രശസ്തനാവുകയും ചെയ്തത് പണ്ഡിതന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല. പുരിയിലെ പണ്ഡിതന്മാര് അവർ മാധവദാസിനെ തങ്ങൾക്കിടയിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, ഞങ്ങൾ നിങ്ങളെ തർക്കത്തിന് വേണ്ടി വെല്ലുവിളിക്കുന്നു. ഇവിടുള്ള സകലരും കരുതുന്നത് മാധവദാസാണത്രേ പണ്ഡിതൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? തർക്കത്തിലേർപ്പെടാം. മാധവദാസിനെ സംബന്ധിച്ചിടത്തോളം ഒരു സാധു ഭക്തൻ. അദ്ദേഹം ശാസ്ത്രങ്ങൾ പഠിച്ചത് തനിക്ക് നടക്കാനുള്ള ഒരു ഊന്നുവടിയായിട്ടാണ്, അല്ലാതെ ആ വടിയെടുത്ത് മറ്റുള്ളവരെ അടിക്കാനല്ല. അദ്ദേഹത്തിന് അങ്ങനെ തർക്കശാസ്ത്രങ്ങളിൽ താല്പര്യവുമില്ല. കാരണം അത്രയും സമയവും കൂടെ ഭഗവാന്റെ നാമം ജപിക്കാം. അതുകൊണ്ട് മാധവദാസ് തർക്കം തുടങ്ങുന്നതിന് മുമ്പേ പറഞ്ഞു, ഞാൻ തോറ്റു, കാരണം എനിക്ക് തർക്കിക്കാൻ സമയമില്ല. അത്രയും സമയം കൂടെ എനിക്ക് എന്ത് ചെയ്യണം? ഭഗവാന്റെ നാമം ജപിക്കണം. ഉടനെ തന്നെ മാധവദാസ് അന്നത്തെ നിയമം അനുസരിച്ച് എഴുതി കൊടുത്തു, ഇന്നാൾ എന്നെ തർക്കത്തിൽ തോപ്പിച്ചു. ഉടനെ അദ്ദേഹം സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി കാശിക്ക് പോയിട്ട് അവിടുത്തെ പണ്ഡിത സദസ്സിന്റെ മുന്നിൽ ചെന്നിട്ട് പറഞ്ഞു, പ്രശസ്തനായ മാധവദാസിനെ പോലും തറപറ്റിച്ച് ഞാൻ വരികയാണ്, അതുകൊണ്ട് എൻ്റെ പാണ്ഡിത്യത്തെ നിങ്ങൾ ആദരിക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഒപ്പിട്ട പ്രമാണം നിവർത്തി നോക്കിയപ്പോൾ ആ മുഖ്യ പണ്ഡിതൻ ബോധം കെട്ട് വീണുപോയി. കാരണം അതിനകത്ത് എഴുതിയിരിക്കുന്നു, മാധവദാസാണ് ശരിക്കും വിജയിച്ചത്. പരാജയം സംബന്ധിച്ച് ഒപ്പിട്ടത് ആരാണ്? ഈ പണ്ഡിതനെന്ന് ഭാവിക്കുന്ന ആളാണ്. തൻ്റെ ഭക്തനെ അവഹേളിക്കാൻ ഭഗവാൻ സമ്മതിക്കത്തില്ല. സാക്ഷാൽ പുരിയിലെ ജഗന്നാഥൻ ശ്രീകൃഷ്ണ ഭഗവാൻ വന്ന് അതിനകത്ത് തിരുത്തി എഴുതുകയും വിജയിയുടെ സ്ഥാനത്ത് മാധവദാസിന്റെ പേരെഴുതുകയും ചെയ്തു. കൃഷ്ണ ഗുരുവായൂരപ്പ.